ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സാഹിത്യകാരൻ പ്രൊഫസർ എം.കെ. സാനു അന്തരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. എം.കെ. സാനു മാസ്റ്റർ അന്തരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. അധ്യാപകനാണ്, വാഗ്മികയാണ്, എഴുത്തുകാരനാണ്, ചിന്തകനാണ് എന്നീ നിലകളിലൊക്കെ അദ്ദേഹം വളരെ പ്രശസ്തനാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് വീണ് പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എറണാകുളം മഹാരാജാസ് കോളേജിലടക്കം അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളമുണ്ട്. 4 വർഷത്തോളം സ്കൂൾ അധ്യാപകനായിരുന്നു. പിന്നീട് വിവിധ സർക്കാർ കോളേജുകളിൽ അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടു. 1958 5 ശാസ്ത്ര നായകന്മാർ എന്ന അദ്ദേഹം തൻ്റെ ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. 1960 വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി. പിന്നീട് 1983 അധ്യാപനത്തിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു. ജോൺ പോൾ അടക്കം, പ്രശസ്ത കഥാകൃത്തായിരുന്ന ജോൺ പോൾ അടക്കം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ആണ്. പിന്നെ സ്ഥാപക അധ്യക്ഷനായിരുന്ന മഹാകവി വൈലോപ്പിള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലയുടെയൊക്കെ സ്ഥാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. മഹാകവി വൈലോപ്പിള്ളിയെ തുടർന്ന് 1986 പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റായി. കോൺഗ്രസ് നേതാവ് ML ജേക്കബിനെ പരാജയപ്പെടുത്തി 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 1985 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1992 വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2002 കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരവും അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കേരള സംസ്ഥാന ബാലി സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരം 2010 2013 എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് എം.കെ. സാനു മാഷിന്റെ നിര്യാണം. സാഹിത്യകാരൻ, നിരൂപകൻ എന്നീ നിലകളിലൊക്കെ തന്നെയും അദ്ദേഹം വലിയ രീതിയിൽ പ്രശസ്തനാണ്. അതായത് സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരികമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ പ്രഭാത ദർശനം, സഹോദരൻ K. അയ്യപ്പൻ, മലയാള സാഹിത്യ നായകന്മാർ, കുമാരനാശാൻ, ഇവൻ ലോകത്തെ സ്നേഹിച്ചവൻ, എം ഗോവിന്ദൻ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്.